ഔട്ടാ. ഔട്ട് എങ്ങനെയാണ്? കഴിഞ്ഞ ബോളിൽ അവൻ ഇറങ്ങി എന്നിട്ടാ പിടിച്ചത്. ഈ ബോളിൽ അവൻ കയറുന്നത് പിടിച്ചു. അപ്പൊ എങ്ങനെ ഔട്ടാണ്? നോ ബോളല്ലേ സാറേ? അതെ, അതിനിപ്പോ എന്താ? അതിനിപ്പോ എന്താ? അതൊന്നല്ലെങ്കിൽ കേൾക്കുമ്പോ എന്നോട് പറഞ്ഞോ, അല്ലെങ്കിൽ അമ്പയറിനോട് പറഞ്ഞോ, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നോ ബോളല്ലേ? താങ്കൾ പറഞ്ഞതൊക്കെ റെഡി തന്നെ. പക്ഷെ കീപ്പർ അപ് ടു വരുമ്പോഴും അപ് ടു നിന്നും ബാക്കിലേക്ക് വരുമ്പോഴും ബാറ്റ്സ്മാനെയോ അമ്പയറിനോ അറിയിക്കേണ്ട യാതൊരു ആവശ്യവും ഇവിടെ ഇല്ല. ഇവിടെ കീപ്പർ ഫ്രണ്ടിലേക്ക് വന്നത് ബോളറിന്റെ റണ്ണപ്പ് തുടങ്ങിയതിന് ശേഷമല്ല. റണ്ണപ്പ് തുടങ്ങിയിട്ടാണെങ്കിൽ അത് നോ ബോൾ ആയിരുന്നു. എന്നാൽ റണ്ണപ്പിന് മുന്നേയാണ് കീപ്പർ അപ് ടുയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും നോ ബോൾ അല്ല. നോർമലി പല കീപ്പേഴ്സും അപ് ടു വരുമ്പോഴോ അപ് ടു ബാക്കിലേക്ക് വരുമ്പോഴോ അവർ ബാറ്റ്സ്മാനോടോ അല്ലെങ്കിൽ അമ്പയറിനോടോ ഇൻഫോം ചെയ്യാറുണ്ട്. അത് ക്രിക്കറ്റ് ഒരു ജെന്റിൽമാൻ ഗെയിം ആയതുകൊണ്ടും അല്ലെങ്കിൽ കീപ്പറിന് അത്രയും സ്പോർട്സ് സ്പിരിറ്റ് ഉള്ളത് കൊണ്ടുമാണ്. അല്ലാതെ ക്രിക്കറ്റ് ലോ പ്രകാരം അമ്പയറിനോടോ ബാറ്റ്സ്മാനോടോ കീപ്പർ അപ് ടു വരുമ്പോഴോ ബാക്കിലേക്ക് പോകുമ്പോഴോ ഇൻഫോം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ഔട്ട്.